പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണ്. അപ്പൊ അതില് നമുക്ക് നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം വിധി വരുന്നത് വരെ ഒരാളെയും കുറ്റവാളിയായി ചിത്രീകരിക്കരുത് എന്നുണ്ട്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ കംപ്ലീറ്റ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം. കോടതി പറയാതെ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല റേറ്റിംഗ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇത്രയധികം പ്രാധാന്യം ഉറപ്പായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണ്. കാരണം നിയമസഭ സാമാജികൻ ജനപ്രതിനിധി പ്രാധാന്യം കൊടുക്കണം. പക്ഷെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്രയധികം രീതിയിൽ കഥകൾ മെനയുമ്പോൾ ഇല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം. തങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല കുറച്ച് കഥകൾ കൂട്ടി പറയാൻ എന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചില ചാനലുകൾക്ക്, റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചില ചാനലുകൾ അജണ്ട വെച്ച് തയ്യാറാക്കി രാവിലെ തൊട്ട് നടത്തുന്ന ഈ കഥാപ്രസംഗത്തിലൊക്കെ വാസ്തവവും വസ്തുതയും എത്രത്തോളം കടന്നു കയറുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടാൻ ശ്രമിക്കണം. അപ്പൊ അവനവന്റെ വിഷയങ്ങളിലേക്ക്, അവനവന്റെ ഉള്ളിലെ വിഷയങ്ങൾ, അവിടുത്തെ ജീവനക്കാരുടെ വിഷയങ്ങൾ, അവിടുത്തെ മേധാവിയുടെ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു കരുതലും കരുണയും ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയും ധർമ്മബോധവും ഒക്കെ എവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ മതിയാകും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒന്നാമതൊരു പരാതി പോയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു കോടതി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പീഡനാരോപണം നിലനിൽക്കില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞതല്ല, കോടതി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത് ബാംഗ്ലൂരോ മറ്റോ ഉള്ള ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന കേസിലും മനസ്സിലാക്കേണ്ടത് പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് കോടതി. അവിടെയും നമ്മൾ കോടതിയുടെ സംശയങ്ങൾ പാടില്ല, ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്നൊരു പരാതി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചൊരു പരാതി എന്ന് പറയുന്നത്, നമുക്കിവിടെ പ്രശ്നം ഒരു ആളെ ഒരു ചൂഷണം ചെയ്യുന്നതിലേക്ക് അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നു. അത്തരത്തിലൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും ക്ഷമിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പവും ഈ പറയപ്പെടുന്ന എല്ലാവരും പറഞ്ഞ് ശീലിച്ച ഒഴിവാക്കപ്പെടേണ്ട ആ ഇരയ്ക്കൊപ്പവും തന്നെയാണ് നിൽക്കേണ്ടത്. ആ ഇരയ്ക്കൊപ്പവും അതിജീവിതയ്ക്കൊപ്പവും തന്നെ നമ്മൾ എല്ലാവരും നിലയുറപ്പിക്കണം. പക്ഷേ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, അതിലൊന്നും ഒരു പരാതിയും ഇല്ല. ഞാനൊരു സദാചാര പോലീസിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിവാഹിതയല്ല, അപ്പൊ നമ്മൾ വിവാഹിതയല്ല എന്നുള്ളതുകൊണ്ട് മൂല്യബോധം വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഇതിനെ വളച്ചൊടിക്കരുത്. വിവാഹിതരാണ് എങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിനൊക്കെ ഒരു അർത്ഥമില്ലേ, ഒരു സുഖമില്ലേ? ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള, വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അത്രയും നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ, അത് നമ്മളുടെ ഭർത്താവോ ഭാര്യയോ ആണ് എങ്കിൽ, നമ്മൾ വിവാഹിതരാണ് എങ്കിൽ, ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട്. എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളർന്നു വരത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ്, ഇപ്പൊ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുപാട്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തില് ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടക്കാരി, അടൂരുകാരി, അതിലേറെ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിലെ വീട് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തെ കൂടി ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി, ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നേ പോലും CPIയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള വാല്യൂവും കാണുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് CPIയിൽ നിന്ന് ഇറങ്ങി ശ്രീനാദേവി കുഞ്ഞമ്മ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മക്ക് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതും, അവർ നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും കേരളം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ, സ്റ്റോറികൾ, അവരുടെ വരികൾ, ഈ വരികളിലൊക്കെ അവർക്ക് സംശയമുണ്ടാകാൻ കാരണവും അതിനപ്പുറം
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും കേസും അറസ്റ്റും റിമാൻഡും കോടതിയും ഒക്കെ ജനം എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സ്ത്രീ സമൂഹം എസ്പെഷ്യലി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇത്ര ആധികാരികമായിട്ട് എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു യെസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഓക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, ശ്രീനാദേവി കുഞ്ഞമ്മ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കണ്ട അതിജീവിതമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ ഉണ്ടാകുമായിരുന്നു എന്നുള്ള അവരുടെ അനുഭവമാണ്. എങ്ങനെയാണ് അവർ അതിജീവിതയായി മാറുന്നത്? അതിനുള്ള ഒരു തയ്യാറെടുപ്പ് റിപ്പോർട്ടർ ടിവിയിലെ ചില ആളുകൾ, ചില ക്രിമിനലുകൾ, ഓഫ് കോഴ്സ് ആ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് തന്നെ ഒരു കാട്ടുകൊള്ളൻ വീരപ്പന്റെ, ഒരു ക്രിമിനലിന്റെ, പക്കാ ക്രിമിനലിന്റെ, ഒരു തട്ടിപ്പ് വീരന്റെ ഒക്കെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തക, സോ കോൾഡ് മാധ്യമ പ്രവർത്തക, ഞാൻ പറയുന്നത് അവരെ അങ്ങനെ അല്ല, അവരവകാശപ്പെടുന്നത് ഞാനൊരു ജേർണലിസ്റ്റ് ആണെന്ന്, പക്ഷെ നമ്മൾ അതിനെ തിരുത്തി പറയും സോ കോൾഡ് ജേർണലിസ്റ്റ്. ആ സോ കോൾഡ് ജേർണലിസ്റ്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയരുകയും പരാതികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയെയാണ് ആദ്യം സമീപിച്ചത്. എന്തിന്? പരാതിക്കാരിയാവണം, അത്തരത്തിലൊരു പരാതി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തക സമീപിച്ചത് ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളിൽ വരുന്ന തലക്കെട്ടുകള്, അവരെഴുതി വിടുന്ന വാർത്തകള്, അവരുടെ സ്റ്റോറികള്, അവരുടെ ന്യൂസ് ഫീഡിങ്ങുകള്, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ ശ്രീനാദേവി കുഞ്ഞമ്മക്കാവും. അതിന്റെ കാരണം അവരുടെ അനുഭവമാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ഒരു ബന്ധമില്ലാതെ ഇരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയാകണം, സാങ്കല്പിക ഇര, ആ സാങ്കല്പിക ഇരയാവാൻ വേണ്ടി മാധ്യമപ്രവർത്തകരാണ്, സോക്കോൾഡ് മാധ്യമപ്രവർത്തകരാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ സമീപിച്ചത്. അതുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇത്ര ആധികാരികമായി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അതിന് സാധിക്കുന്നതുമായ ഒരു സ്ത്രീയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകർ ഇരയാക്കാൻ ശ്രമിച്ച വ്യക്തികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആ പട്ടികയിലെ ആദ്യത്തെ വ്യക്തി ഈ ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ഇവിടെ നമ്മൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അഭിപ്രായവും ശ്രീനാദേവി കുഞ്ഞമ്മയും എന്ന് പറയുന്ന, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ, ഈ ഒരു മനുഷ്യൻ, ഇവര് രണ്ടും നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്. രാഹുലിനെ പൂട്ടാൻ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കാൻ ഈ പരാതിക്കാർ അത്രയും ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, ഇതൊക്കെ ഇത്തരത്തിൽ പലരും ആവശ്യപ്പെട്ടതും പലരും പ്രലോഭിപ്പിച്ചിട്ടും പലതും കൊടുത്ത്, കോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ് എന്നുള്ളതാ. അത്തരത്തിൽ കോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങാൻ ശ്രീനാദേവി കുഞ്ഞമ്മയെയും ഇവർ സമീപിച്ചിരുന്നു. പക്ഷേ ആ കോടികൾക്ക് ഓക്കെ പറയാൻ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന സ്ത്രീത്വത്തിന്റെ നട്ടെല്ല് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ നട്ടെല്ല് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനായതുകൊണ്ട്, ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രത്യേകതയായതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് ഈ കോടികൾക്ക് മുന്നിൽ പതറിപ്പോയില്ല ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളതാ. ആ പതറിപ്പോയ ആളുകളെയാണ് നമ്മൾ ഇന്ന് അതിജീവിത എന്നും ഇരയെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് പരാതിക്കാരിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി, ആ പരാതിയിലേക്ക് നമ്മൾ കടക്കാൻ കാരണം 1-2 പരാതിയെക്കുറിച്ച് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തിന്? 1-ാമത്തെ പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി, ആ സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചു. ഇവൻ ജാമ്യം നിഷേധിച്ച ആ ഒരു കോടതിയുടെ വിധിപ്പകർപ്പിൽ പോലും പറയുന്നത് ഇത് പീഡനമാണോ ബലാത്സംഗമാണോ എന്നുള്ളത് തെളിയിക്കുവാനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഇല്ലെന്ന് മാത്രമല്ല, ഇത് പരസ്പര സമ്മതത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഒരു അവിഹിതം നടന്നു രണ്ടുപേരുടെയും താല്പര്യപ്രകാരം എന്ന് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് 3-ാമത്തെ പരാതി നമ്മൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പരാതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
കാരണം എന്താ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പരാതിക്ക് തൊട്ടു പിന്നാലെ അതിന്റെ കുറെ സ്ക്രീൻഷോട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പരാതിയിൽ പറയുന്നത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ കൂടിക്കാഴ്ച, ഫസ്റ്റ് ഇംപ്രഷൻ, അതിൽ തന്നെ പീഡനം നടന്നു എന്നാണ് പറയുന്നത്. അതും ക്രൂരമായ പീഡനം. പക്ഷേ ആ പീഡനം കഴിഞ്ഞിട്ടും ഇതേ പരാതിക്കാരി ഷഡ്ഡി വാങ്ങിക്കൊടുക്കാൻ കാശ് ചെലവഴിക്കുന്നു, ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ കാശ് ചെലവഴിക്കുന്നു, ഫ്ലാറ്റ് 2 BHK വേണോ 3 BHK വേണോ എന്നുള്ള ഫ്ലാറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. അതിന് ബാൽക്കണി വേണോ, അതിന് മറ്റുള്ളത് വേണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ആള് രാഹുൽ എന്ന് കഴിഞ്ഞിട്ട് രാഹുലിന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ എന്നെഴുതിയിട്ട് 3 സിംബലുകളാണ്. എന്താണ് സിംബല്? ഹേർട്ടാണ്, ഹൃദയമാണ് പകുത്ത് നൽകുന്നത്. ഹൃദയമാണ് പകുത്ത് നൽകുന്നത്. 3 സിംബൽ, ലവ് ലവ് ലവ്. അപ്പോ എങ്ങനെയാണ് മൂന്നാമത്തെ പരാതിയിൽ പറയുന്നത് പോലെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായ പീഡനം, തുപ്പി എന്നും അടിച്ചു എന്നും പറയുന്നത്? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു, ഈ തുപ്പിയതും അടിച്ചതുമൊക്കെ മുഖത്ത് തന്നെയാണോ അതോ മറ്റു വല്ല ഇടങ്ങളിലുമാണോ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. എന്താ കാര്യം? ഈ തുപ്പലും അടിയൊക്കെ കഴിഞ്ഞിട്ട് എഴുതി വെച്ചത് രാഹുൽ ലവ് 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 എന്നുള്ളതാ. അപ്പോൾ ഒരു കോമൺ സെൻസ്, ഇതൊക്കെ കാണുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്കായ നിങ്ങൾക്കും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എനിക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം, എങ്ങനെയാണോ ഇതൊക്കെ സാധിക്കുന്നത് എന്നുള്ളത്. മീൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു എന്ന് അവരുടെ എഴുത്തിൽ, അവരുടെ വാക്കുകളിൽ, എല്ലാം പ്രവൃത്തികളിൽ ഒക്കെ നമുക്ക് മനസ്സിലാവുകയാണ്. പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് അല്ലാതെ ആയി മാറിയത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം, ശ്രീനാദേവി കുഞ്ഞമ്മക്ക് അന്നിട്ട വില കോടികളായിരുന്നുവെങ്കിൽ ഈ പരാതിക്കാരിക്കും എത്ര കോടികൾ വിലയിട്ടു, എത്ര കിട്ടി എന്നുള്ളതാണ് നമ്മൾക്കറിയേണ്ടത്. അതറിയുമ്പോൾ എവിടെയാണ് ഈ കോടികൾ, കിട്ടിയ കോടികൾക്ക് അതിൻ്റെ എമൗണ്ട് വാല്യൂ, ആ വാല്യൂവിനനുസരിച്ചായിരിക്കും ഈ പരാതിയുടെ ക്രൂരമായ മുഖം പുറത്തേക്ക് വരുന്നത്. കോടി കൂടുന്തോറും ക്രൂരത കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മക്ക് ഇത്തരത്തിൽ വളരെ ഓപ്പൺ മൈൻഡഡിൽ ആധികാരികമായിട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ കഴിയുന്നത്. ഈ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ഒരു അഭിപ്രായമായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം ഇത് ശ്രീനാദേവി കുഞ്ഞമ്മയിൽ നിന്ന് മാത്രമല്ല, സാധാരണക്കാരികളായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള, വീടുകളിൽ മാത്രം ജീവിതം ചെലവഴിക്കുന്ന, ഭാര്യയായിട്ട് അമ്മയായിട്ട് ഒരു ജീവിതം അങ്ങനെ ഒഴിഞ്ഞു മാറ്റി ഒരു വീട്ടമ്മയായി ജീവിക്കുന്ന പല ആളുകളുടെയും, പല സ്ത്രീകളുടെയും അഭിപ്രായങ്ങൾ ഇത്തരത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാ. എല്ലാവർക്കും ഇത് തന്നെയാണ്, ഒരേ ടൂണിലാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരേ ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത്, ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അവിഹിതമെന്നാണ്. ഇതിനെയൊക്കെ നാടുകളിൽ, നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിഹിതമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിഹിതം കോടികൾ കിട്ടിയപ്പോൾ പീഡനമായി, ബലാത്സംഗമായി, ക്രൂരതയായി, ചവിട്ടലായി, തുപ്പലായി, അടിക്കലായി, അങ്ങനെ പലതുമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, അണ്ടിൽ കോടതി പറയുന്നത് വരെ, അല്ലെങ്കിൽ കോടതി കണ്ടെത്തുന്നത് വരെ. കാരണം പരാതിക്കാരിക്ക് മാത്രമല്ല പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. പിന്നെ എന്താണ് നടന്നത് എന്നുള്ളത് മെറ്റീരിയൽ എവിഡൻസിന്റെ പിൻബലത്തോടു കൂടി 2 പേർക്കും സ്ഥാപിച്ചെടുക്കാൻ കഴിയും. ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കോടതി ഒരു കാര്യം പറയും. ഇതൊക്കെ രണ്ടും കേട്ട് കഴിയുമ്പോൾ, അതല്ലാതെ മാധ്യമങ്ങൾ പറയുന്നതല്ല കോടതി കേൾക്കുന്നത്. ഇത് രണ്ടും കേട്ട് കഴിയുമ്പോൾ കോടതി ഒരു കാര്യം പറയും. ആ കോടതി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും രാഹുലിനൊപ്പമാണോ അല്ലയോ എന്ന്. ആ കോടതി പറയുന്നത് വരെ രാഹുലിനൊപ്പം തന്നെ, അയാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ. ഇവിടെ ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ, ധാർമ്മികത ഒരു പ്രശ്നമാണ്, മൂല്യങ്ങൾ ഒരു പ്രശ്നമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതുപോലെ മൂല്യങ്ങളും ധാർമ്മികതയും ഒരു പ്രശ്നമാണ്. അത് പ്രശ്നമല്ലെന്ന് ഈ സമൂഹം കരുതുന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ആരും കുറ്റക്കാരനാവുന്നില്ല. ഇനി ധാർമ്മികത പ്രശ്നമാണെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കുറ്റക്കാരൻ, ഈ പറയുന്ന പരാതി ഉന്നയിച്ച ആളുകളും കുറ്റക്കാർ തന്നെയാണ്.
അല്ലേ? ധാർമ്മികത പ്രശ്നമല്ലെങ്കിൽ, മൂല്യങ്ങൾക്ക് വാല്യൂ ഇല്ലെങ്കിൽ അവിടെ ആരും കുറ്റക്കാരല്ല. ഇനി അതല്ല, മറിച്ച് ധാർമ്മികതയും മൂല്യങ്ങൾക്കും വിലയുണ്ടെങ്കിൽ, അത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ധാർമ്മികത അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒന്നാണ്, മൊറാലിറ്റി എന്ന് പറയുന്നതെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമായിട്ട് കുറ്റക്കാരനാവില്ല. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ അവിടെ കുറ്റക്കാരെന്ന് പറയുന്നത് ഇരുഭാഗവും കുറ്റക്കാരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കോടതി പറയുന്നത് വരെ രാഹുലിനൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം രാഹുലിനൊപ്പമാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഒരു അറസ്റ്റോട് കൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാഹുലിന്റെ സ്റ്റാർഡം അതൊന്നുകൂടി വികസിച്ചിരിക്കുന്നു. അയാൾ ഒന്നുകൂടി സ്വീകാര്യനായിരിക്കുന്നു. ഏത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായിട്ട് നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാട്ടും പാടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ്.